നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് റിവ്യൂ ചെയ്യുന്ന ഒരു ഹൗസാണ് ഗിയാർഡിനി ഡി ടോസ്കാന. പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം, ഇതൊരു ഇറ്റാലിയൻ ഹൗസാണ്. 1942 ഇറ്റലിയിലെ ടോസ്കാനയിലുള്ള ബിബിയോണ എന്നൊരു ഗ്രാമത്തിലാണ് ഈ ഒരു ഹൗസ് പിറവിയെടുക്കുന്നത്. അവിടെ ജിയോവൻ പിയറോ എമ്മ ദുച്ചി എന്ന രണ്ട് ദമ്പതികൾ അവർ ചെറിയൊരു ഫാർമസി ആയിട്ട് തുടങ്ങി. പിന്നെ അതൊരു പെർഫ്യൂമറി ആയിട്ട് മാറിയെടുത്തതാണ് ഈ ഒരു ഹൗസ്. 1942 ശേഷം പിന്നെ അവിടെ മൂന്നാം തലമുറക്കാരിയായിട്ടുള്ള സിൽവിയ മാർട്ടിനെല്ലി എന്നൊരു പെർഫ്യൂമറാണ് ഇപ്പോൾ ഇതിനെ ഗിയോർഡിനി ഡി ടോസ്കാന എന്ന പേരിൽ ഒരു നീഷ് ഹൗസാക്കി മാറ്റിയെടുത്തത്. അപ്പോൾ 1942 തൊട്ട് നിലവിലുള്ള ഒരു ഇറ്റാലിയൻ ഹൗസാണ് ഗിയാർഡിനി ഡി ടോസ്കാന എന്നുള്ള ഹൗസ്. നിങ്ങൾ ഒട്ടുമിക്ക പെർഫ്യൂം റിവ്യൂസിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു പെർഫ്യൂം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരെണ്ണമുണ്ട്, ബിയാങ്കോ ലാറ്റെ. ബിയാങ്കോ ലാറ്റെ എന്ന് പറഞ്ഞാൽ വെളുത്ത പാലെന്നാണ് അർത്ഥം. അതൊരു ഗുർമോണ്ട് പെർഫ്യൂമാണ്. അതുപോലെ ഒരു ഗുർമോണ്ട് ആയിട്ടുള്ള പെർഫ്യൂമാണ് സെലസ്റ്റെ. സെലസ്റ്റെ എന്ന വാക്കിനർത്ഥം സ്വർഗീയം, ആകാശതുല്യം, അല്ലെങ്കിൽ അതിന് സ്വർഗീയ തുല്യമായിട്ടുള്ള ഒരു മണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ നോട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് സെൻ പ്രൊഫൈൽ ആദ്യം വായിക്കാം. സെൻ പ്രൊഫൈൽ വയലറ്റ്, ടാൽക്കം പൗഡർ, വാനില, ഫ്ലോറൽ, സ്വീറ്റ്, ഫ്രൂട്ടി, മറൈൻ, ആംബർ, അരോമാറ്റിക്, സിട്രസി. അപ്പോൾ നോട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്പണിംഗിൽ സീ വാട്ടർ, ലൈം, മിഡിൽ നോട്ടിൽ വയലറ്റ്, റാപ്സ്ബെറി, എക്സോട്ടിക് നോട്ട്സ്, ബേസ് നോട്ടിൽ വാനില, ഷുഗർ, ആംബ്രോക്സൻ. ഇത്രയാണ് നോട്ടായിട്ട് കൊടുത്തിരുന്നത്. പക്ഷെ ആദ്യത്തെ ആ ഒരു നോട്ടിൽ തന്നെ കൊടുത്തിരിക്കുന്നത് സീ വാട്ടർ, അതായത് കലോണ എന്നുള്ളൊരു നോട്ട്, പിന്നെ ലൈം, ലിമോണിൻ എന്നുള്ളൊരു നോട്ട്. ഈ രണ്ട് നോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ ഓക്കെ, ബോട്ടിൽ വരുന്നത് ഗ്ലാസ് ബോട്ടിലാണ്. ക്യാപ്പ് തടി കൊണ്ടുള്ള ക്യാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ജിയോർഡാനി ഡി ടോസ്കാന എന്ന് കൊടുത്തിട്ടുണ്ട്. താഴെ ബാച്ച് കോഡും കാര്യങ്ങളും, ടെസ്റ്റർ ബാച്ച്. ഇതാണ് ബോട്ടിൽ ഡിസൈനെ കുറിച്ച് പറയാനുള്ളത്. ഇതിന്റെ ടോപ്പ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത് കടൽ വെള്ളവും വാനിലയും. ഒരിക്കലും ചേരാത്ത ഒരു നോട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു നോട്ട് കിട്ടില്ല. ഇതിൽ സീ വാട്ടർ അല്ലെങ്കിൽ ലൈം, ലിമോണിൻ ഇതുപോലുള്ള നോട്ടുകളൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. കിട്ടുന്നത് വാനില, ഷുഗറി വാനില. ഈ വാനിലയുടെ മണമാണ് ഇതിൽ നിന്നും കൂടുതലായിട്ട് പുറത്തു വരുന്നത്. ഞാൻ ഈ പെർഫ്യൂം വാങ്ങിയത് മാർച്ച് മാസം 21-ാം തീയതിയാണ് ഈ പെർഫ്യൂം വാങ്ങിയത്. ഏകദേശം 4 മാസം കൊണ്ട് നല്ലതുപോലെ മാസിനേറ്റ് ചെയ്യാൻ വെച്ച് അത് പുറത്തെടുത്ത് ഇപ്പോൾ ഇതാര് ട്രൈ ചെയ്താലും മിനിമം 10 മണിക്കൂർ കിട്ടുന്ന രീതിയിലേക്ക് അത് മാസിനേറ്റ് ചെയ്ത് ഫുൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം വാങ്ങിയപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയത് വൈറ്റ് ഫ്ലോറൽ സ്മെല്ലായിരുന്നു. പക്ഷേ ഇത് മാസിനേഷന് ശേഷം ഹെവി ഡോസ് ആയിട്ടുള്ള വാനിലയിൽ നിന്നുള്ള വാനില നോട്ടാണ് കൂടുതലും കിട്ടുന്നത്. ഇപ്പം മണമായിട്ട് പറയുമ്പോൾ ഓപ്പണിങ്ങിൽ ഒരു വളരെ മൈക്രോ സെക്കൻഡിൽ ഒരു ഫ്രഷ്നെസ് പോലെ വന്നിട്ട് പിന്നീട് ഈ നോട്ട് ഒരു ഗുർമോണ്ട് ടെറിട്ടറിയിലേക്ക് നീങ്ങും. മധുരമുള്ള ഒരു പലഹാരത്തിൻ്റെ ഒരു മണം, എന്താ പറയുക, ഒരു വൈറ്റ് ഷുഗർ അല്ലെങ്കിൽ വാനിലയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാനിലയുടെ സ്മെല്ല്, ഒരു ബട്ടറി ക്രീമി സ്മൂത്ത് ആയിട്ടുള്ള പെർഫ്യൂം. ഇടയ്ക്ക് എവിടെയോ ഒരു വൈറ്റ് ഫ്ലോറൽ സ്മെൽ. ഇടത്തെ കയ്യിൽ ഒരു വൈറ്റ് വെള്ള നിറത്തിലെ പൂക്കളുള്ള ഒരു ബൊക്കയും, വലത്തെ കയ്യിൽ ഒരു ക്രീം ബണ്ണിൽ നിറയെ ക്രീം, ഹൈ ക്വാളിറ്റി, നല്ല രുചികൾ, അതീവ രുചികരമായിട്ടുള്ള ക്രീം നിറച്ചത്. അതിൽ കുറേ ഈ തേങ്ങാപ്പീര കൊണ്ടുണ്ടാക്കിയ ഒരു ക്രീം ബൺ വലത്തെ കയ്യിലും, ഇടത്തെ കയ്യിൽ വൈറ്റ് ഫ്ലോറൽ. ഇടത്തെ കയ്യിൽ വൈറ്റ് ഫ്ലോറൽ മണം ചെറുതായിട്ട് വരുന്നു. പക്ഷേ ഒരു 90% ഈ ഒരു ക്രീം ബണ്ണിൽ നിറച്ചിരിക്കുന്ന ആ ഒരു ബണ്ണിലെ ക്രീമിൻ്റെ മണവും കുറച്ച് തേങ്ങാപ്പാലിൻ്റെ ഒരു മണവും ഒരു 90% അത് പൊങ്ങി വരുന്നു. ഒരു 10% ഒരു വൈറ്റ് ഫ്ലോറൽ സ്മെല്ല് വരുന്നുണ്ട്. ഇത് മാത്രം നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. അതാണ് ഇതിൻ്റെ മണം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നത് ഈ ഒരു ബണ്ണിൻ്റെയും ക്രീമി ആ ഒരു ടെക്സ്ചർ, പിന്നെ ഭയങ്കര ഗുർമോണ്ട് ആയിട്ടുള്ള വാനില, അതുപോലെ തന്നെ ഈ കോക്കനട്ടിൻ്റെ ഒരു നോട്ട്. ലാക്ടോണിക് നോട്ട് ചേർത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നല്ലതുപോലെ ഒരു ലാക്ടോണിക് പാലിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല, പക്ഷേ അതിൽ ചേർത്ത് ലാക്ടോണിക്കിൻ്റെ ആ ഒരു DNA ആ ഒരു സംയുക്തം എടുത്തിട്ടാണ് ലാക്ടോണിക് മണം സൃഷ്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അതുപോലെ നല്ലൊരു മിൽക്കി കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒരു മണം ഹെവി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഒരു നന്നായി വിശപ്പ് തോന്നിപ്പിക്കുന്ന ഒരു മണമാണ്. നമുക്കത് ട്രൈ ചെയ്യുമ്പോൾ നമുക്കിത് നക്കിയെടുക്കാൻ തോന്നുന്ന തരത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്വീറ്റ് ഗുർമോണ്ട് പെർഫ്യൂം. ഇതിൻ്റെ ഡ്രൈഡോൺ ഒരു രക്ഷയില്ലാത്ത ഡ്രൈഡോൺ. എനിക്കിതിന് ഇഷ്ടപ്പെട്ടതിൻ്റെ ഡ്രൈഡോൺ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രൈഡോൺ ആണ്. ഹെവി സ്വീറ്റ്നെസ് കൊണ്ട് ലോഡഡ് ആയിട്ടുള്ള ഡ്രൈഡോൺ. ഇത് ഞാൻ എൻ്റെ മുറിയിൽ ഒരു സ്പ്രേ അടിച്ച്, എൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൻ്റെ ഭാഗത്ത് ഒരു സ്പ്രേ അടിച്ചിട്ട് 5 ദിവസം മുമ്പ് തൂക്കിയിട്ടതാണ്. ഇപ്പോഴും എൻ്റെ മുറിയിൽ കയറിയാൽ ഇതിൻ്റെ ഡ്രൈഡോൺ വാതിലിൻ്റെ അടുത്തുനിന്ന് മണം വരും. ഒരു സ്പ്രേ, ഞാൻ ഒരൊറ്റ സ്പ്രേ അടിച്ചിട്ടുള്ളൂ, ഷർട്ടിൽ തൂക്കിയിട്ടു. 5 ദിവസം കഴിഞ്ഞിട്ടും ഈ വാതിൽ തുറക്കുമ്പോൾ ഈ മണം പുറത്തേക്ക് വരുന്നുണ്ട്. ഇതേ മുറിയിൽ ഇരുന്നിട്ടാണ് ഞാൻ റാഡിക്കൽ റോസ് അടക്കമുള്ള പല പെർഫ്യൂംസ് ഞാൻ ഡീക്കൻ്റ് ആക്കിയത്. ഇവിടെ റോസിൻ്റെ മണം ഉണ്ടായിരുന്നു, കുറച്ച് നേരം കഴിഞ്ഞത് പോയി. പക്ഷേ ഈ ഒരു പെർഫ്യൂമിൻ്റെ നോട്ട് ഇപ്പോഴും എൻ്റെ ഷർട്ട് എടുത്ത് സ്മെല്ല് ചെയ്യുമ്പോൾ ഏതാണ്ട് 1-2 മണിക്കൂർ മുമ്പ് അടിച്ചതുപോലെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. കാരണം നല്ലതുപോലെ മാസറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു പെർഫ്യൂം. അതാണ് ഇത്ര സ്ട്രോങ് ആയത്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസ്. ഞാനൊരു 3-4 സ്പ്രേക്ക് അപ്പുറം ഇത് ട്രൈ ചെയ്യാൻ പറയില്ല.
ഇതിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ. തലേ ദിവസം രാത്രി ശക്തമായ പേമാരി, കൊടുങ്കാറ്റും പേമാരിയും കഴിഞ്ഞ് പിറ്റേ ദിവസം നിങ്ങൾ നോക്കുമ്പോൾ അന്തരീക്ഷം ഏതാണ്ട് ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ആയെന്ന് കണക്കാക്കുക. ഒരു വളരെ മൃദുവായിട്ടുള്ള ഒരു കമ്പിളി എടുത്തിട്ട് ബീച്ചിലേക്ക് പോകുന്നു. ബീച്ചിൽ നല്ലതുപോലെ കാറ്റ് വീശുന്നുണ്ട്. നല്ല തണുത്ത് രക്തം മരവിപ്പിക്കുന്ന തണുത്ത കാറ്റ് ബീച്ചിൽ നിന്ന് വീശുന്നുണ്ട്. നിങ്ങൾ ആ സമയത്ത് തന്നെ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ ഒരു ഷാർജ ഷെയ്ക്കും കുടിക്കുന്നു. അപ്പോൾ ബീച്ചിലെ ആ തണുത്ത കാറ്റും ഒരു ഷാർജ ഷെയ്ക്കും ആ കമ്പിളി വസ്ത്രം ഇട്ടിരിക്കുമ്പോൾ ഒരു കോസി, ഒരു പതുപതുത്ത ഒരു ഫീലിംഗ്, ഇതെല്ലാം കൂടി ചേരുന്ന ഒരു ഫ്രഷ് ആണെന്ന് വെച്ചാൽ ഫ്രഷ് ആണ്. പക്ഷെ വളരെ ഇതിൽ വൈറ്റ് ഫ്ലോറൽ നോട്ട് ചേർത്തിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഫ്രഷ് എന്ന് പറയാം. ഇത് ശരിക്കും ഒരു വിന്റർ ടൈപ്പ് പെർഫ്യൂമാണ്. പക്ഷെ നിങ്ങൾക്ക് രാവിലെ യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പെർഫ്യൂമിൻ്റെ ഒരു മൂഡ്. ഒരു മസ്കിൻ്റെ നോട്ട് ചേർത്തിട്ടുണ്ട്, വൈറ്റ് മസ്ക് ഹെവി ലോഡഡ് ആയിട്ടുള്ള വൈറ്റ് മസ്ക് ചേർത്ത്. ഈ മസ്ക് ചേരുമ്പോൾ പൊതുവേ ഒരു സ്വർഗീയ ടൈപ്പായിട്ടുള്ള ഒരു മണമായിട്ട് അത് മാറും. ഒരു സെലസ്റ്റിയൽ ടൈപ്പ് മണമായിട്ട് മാറാറുണ്ട്. ഈ നമ്മുടെ ബക്രാത്തൊക്കെ ട്രൈ ചെയ്യുമ്പോൾ, തോമസ് കോസ്മാലൊക്കെ ട്രൈ ചെയ്യുമ്പോൾ മസ്ക് വരുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത, ഒരു ഏഞ്ചലിക് ബീയിങ് അടുത്ത് നിൽക്കുന്നത് പോലെ ഒരു ഫീൽ നമുക്ക് മസ്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ തോന്നലാണത്. അപ്പോൾ അതും എനിക്ക് ഇതിനകത്ത് അങ്ങനെ തോന്നി. അതുകൊണ്ടാണ് ഒരു സെലസ്റ്റ് എന്നൊരു പേരിട്ടത്. അപ്പോൾ ഒരേ സമയം സ്വീറ്റാണ്. സ്വീറ്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് 90-95% സ്വീറ്റ് തന്നെയാണ്. 5% വൈറ്റ് ഫ്ലോറൽ നോട്ട് വന്നതുകൊണ്ട് മാത്രമാണ് നമുക്കിത് പകൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓഫീസിൽ യൂസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരുപാട് ഉപയോഗിക്കരുതെന്ന് മാത്രം. ഇത് ആര് വാങ്ങണമെന്ന് ചോദിച്ചാൽ, ഇത് കോംപ്ലിമെന്റ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ. ഇപ്പോൾ പലരും ചോദിക്കണം, ചേട്ടാ ഏത് പെർഫ്യൂം അടിച്ചാലും എനിക്ക് കോംപ്ലിമെന്റ് കിട്ടുന്നില്ല, ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ കോംപ്ലിമെന്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പെർഫ്യൂമിൻ്റെ ഒരു കാറ്റഗറി പെടുന്നതാണ് സെലസ്റ്റെ. ഇത് വളരെ സ്ട്രോങ് ആണ്, ഗുർമോണ്ട് ആണ്. വാനില, കാരമൽ, ബട്ടർ സ്കോച്ച്, ബട്ടർ, ക്രീം, അതുപോലെ തന്നെ ഫുഡ്, പലഹാരങ്ങൾ, ഇതുപോലെയുള്ള മണങ്ങൾ ഒക്കെ ട്രൈ ചെയ്യാൻ, എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ളവർ വാങ്ങുക. അവരിത് പൂർണ്ണമായും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. നമുക്കൊരു വെളുത്ത പാലും ഇതിൻ്റെ ഡ്രൈ ഡൗണിൽ എനിക്ക് വേറൊരു മണം എനിക്ക് തോന്നിയത്, നമ്മുടെ മിൽക്കി ബാറില്ലേ, മിൽക്കി ബാറിൻ്റെ ഒരു മണമാണ് ഡ്രൈ ഡൗണിൽ വരുന്നൊരു മണം. നിങ്ങൾക്കത് ഒരു 1-2 ദിവസം കഴിയുമ്പോൾ അടിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് മിൽക്കി ബാറിൻ്റെ മണം വരും. ഇപ്പോൾ കയ്യിൽ ഈ മണം ഏതാണ്ട് ഇനിയിപ്പോൾ ഈ മണം മാറണമെങ്കിൽ ഏകദേശം 8-9 മണിക്കൂർ കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഈ മണം മാറും. അത്രയ്ക്ക് സ്ട്രോങ് ആയത്. ഇതിൻ്റെ ലോങ്ജിവിറ്റി പറഞ്ഞാൽ അത് മറന്നു നിൽക്കുക. നിങ്ങൾ ഷർട്ട് കൊണ്ട് അലക്കിയാൽ മാത്രമേ ഈ മണം മാറൂ. കയ്യിൽ നിന്ന് മണം പോകണമെങ്കിൽ കൈ കഴുകിയാൽ മാത്രമേ മണം പോകൂ. ഒരു 4-5 ദിവസം ഇപ്പോഴും മാറിയിട്ടില്ല. ഞാൻ പറയുന്നത് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഷർട്ടിൽ ഇപ്പോഴും മണമുണ്ട്. മണം ഇതുവരെ മാറിയിട്ടില്ല. 5 ദിവസമായിട്ട് മണം നിൽപ്പുണ്ട്. വളരെ സ്ട്രോങ്, എക്സ്ട്രീം ലെവൽ പൊട്ടൻസി ഉള്ള ഒരു പെർഫ്യൂമാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. 4 സ്പ്രേക്ക് അപ്പുറം അടിക്കാൻ പാടില്ല. ചിലപ്പോൾ ഇത് സ്ട്രോങ് ആയതുകൊണ്ട് ചിലർക്ക് നോസ് ബ്ലൈൻഡ് ആകാനും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് മണം മറന്നു പോകും, പക്ഷെ അടുത്തിരിക്കുന്നവർക്ക് മണം കിട്ടും. ഇനി ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന കാലാവസ്ഥ, ചൂടത്ത് ഉപയോഗിക്കരുത്, എങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഉപയോഗിക്കാം. ഓഫീസിൽ AC ആണെന്നുണ്ടെങ്കിൽ 2-3 സ്പ്രേക്ക് അപ്പുറം ഉപയോഗിക്കാൻ പാടില്ല. വൈകുന്നേരവും രാത്രിയും സ്ട്രിക്റ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു പെർഫ്യൂം. നിങ്ങൾ ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ഗേൾ ഫ്രണ്ടിനെ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കാണാൻ പോകുന്നു, അതൊരു പാർട്ടി ആയിക്കോട്ടെ, ക്ലബിങ് ആയിക്കോട്ടെ, രാത്രി വൈകുന്നേരം ഒരു ഡിന്നറിന് പോകുമ്പോഴായിക്കോട്ടെ, കാറിൽ ഇരുന്നുകൊണ്ട് ഒരു ചെറിയൊരു ട്രിപ്പ് ജസ്റ്റ് ഒരു ഡ്രൈവിംഗ്, ഒരു 30 കിലോമീറ്റർ റേഞ്ചിൽ ഒരു ഡ്രൈവിംഗ് ഒക്കെ പോകുമ്പോഴായിക്കോട്ടെ, ആ സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പെർഫ്യൂമാണ്. പിന്നെ കല്യാണം പോലുള്ള ചടങ്ങുകൾ, അതുപോലുള്ള പരിപാടിക്കൊക്കെ നിങ്ങൾ ഒരു പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ, ഇപ്പോൾ പലരും പറയുന്നുണ്ട് ചേട്ടൻ്റെ കല്യാണം വരുന്നുണ്ട്, അല്ലെങ്കിൽ അനിയത്തിയുടെ കല്യാണം വരുന്നുണ്ട്, ചേച്ചിയുടെ കല്യാണം വരുന്നുണ്ട്, ഏത് പെർഫ്യൂം എടുക്കണമെന്ന് അറിയില്ല. ഞാൻ പറയുന്നത് ഇതെടുക്കുക. ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് പെർഫോമൻസ് കിട്ടും, കോംപ്ലിമെന്റ് കിട്ടാനും സാധ്യതയുള്ള പെർഫ്യൂം. ഈ കോംപ്ലിമെന്റിന്റെ കാര്യം പറയുമ്പോൾ ഞാനൊരു ക്ലോസ് വെക്കും. അത് ഹൈലി സബ്ജക്റ്റീവ്. എൻ്റെ അടുത്ത് സ്ഥിരം ചോദിച്ച് വെറുപ്പിക്കുന്ന ഒരു ചോദ്യമാണ്, അടിച്ചാൽ എനിക്ക് കോംപ്ലിമെന്റ് കിട്ടും, അടിച്ചാൽ നിങ്ങൾക്ക് കോംപ്ലിമെന്റ് കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്കറിയത്തില്ല. അത് നിങ്ങൾ സഹകരിക്കുന്നതനുസരിച്ചിരിക്കും. അതെനിക്ക് പറയാൻ പറ്റുന്ന കാര്യം. ഇത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് മനസ്സിലാവുന്നില്ല? എനിക്ക് പെർഫ്യൂമിന് കോംപ്ലിമെന്റ് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും. ആ ഒരു കാറ്റഗറി വരുന്ന ഒരു പെർഫ്യൂം. ഇനി നിങ്ങൾ അടിച്ചിട്ട് നിങ്ങൾക്ക് കോംപ്ലിമെന്റ് കിട്ടില്ലേ, നിങ്ങൾ പറയും ഇയാൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ സാധനം വാങ്ങിയത്, എനിക്ക് അടിച്ചിട്ട് കോംപ്ലിമെന്റ് ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് പറയും. അത് മനസ്സിലാക്കാനുള്ള ഒരു പരങ്കിതജ്ഞാൻ നിങ്ങൾക്ക് ഉണ്ടാവണം. അത് മനസ്സിലാക്കുക. പെർഫ്യൂമിന്റെ കാര്യത്തിൽ എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും, കോംപ്ലിമെന്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പെർഫ്യൂമാണ്. കാരണം ഇങ്ങനെയുള്ള മണം വളരെ ഫെമിലിയർ അല്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചില പെർഫ്യൂം കോംപ്ലിമെന്റ് കിട്ടാൻ സാധ്യതയുള്ള പെർഫ്യൂം ഒരു ക്ലോസ് വയ്ക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അടിക്കുന്ന എല്ലാവർക്കും കോംപ്ലിമെന്റ് കിട്ടിയേ തീരൂ എന്നുള്ളത് ഒരിക്കലും നിങ്ങൾ ഷാട്ടി പിടിക്കാൻ പാടില്ല. കോംപ്ലിമെന്റ് കിട്ടാത്തതിനെ പറ്റി നിങ്ങൾ നിരാശരാവേണ്ട കാര്യമില്ല. നിങ്ങൾ ആരും ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പെർഫ്യൂം വാങ്ങേണ്ടത്, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഞാനത് പറയാൻ കാരണം ഒരുപാട് ആളുകൾ ഇത് വിളിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. എന്തിനാണ് ഇവരെ എനിക്ക് കോംപ്ലിമെന്റ് കിട്ടിയില്ല? വില കൂടിയ പെർഫ്യൂമൊക്കെ ആയിരിക്കും ഇവർ ഉപയോഗിക്കുന്നത്. ഇവർ അധ്വാനിച്ച് വാങ്ങുന്ന സാധനമാണ്. പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന അവനോ അവളോ കോംപ്ലിമെന്റ് ചെയ്യാത്തത് കൊണ്ട് ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകുന്നു ഇവര്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അത് സബ്ജക്റ്റീവാണ്. ഞാനും പറയുന്നത് സബ്ജക്റ്റ് തന്നെയാണത്. എനിക്ക് ഒരിക്കലും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ പെർഫ്യൂമിന്റെ കാര്യത്തിൽ, ഈ പെർഫ്യൂം അല്ല, കോംപ്ലിമെന്റ് കിട്ടാൻ സാധ്യതയുള്ള പെർഫ്യൂമിന്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, കോംപ്ലിമെന്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പെർഫ്യൂം. കാരണം നന്നായിട്ട് ഇത് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്, ലോങ്ജിവിറ്റി ഉണ്ട്. ഇനി ആര് യൂസ് ചെയ്യും? ഇത് 2 കൂട്ടർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഗേൾസിന് യൂസ് ചെയ്യാൻ പറ്റും, മെൻസിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 കൂട്ടറിൽ സ്വീറ്റ് വാനില ഗുർമൗണ്ട് പെർഫ്യൂം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വാങ്ങുക.
അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ എടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങളെ തനിച്ച് നിർത്താൻ വേണ്ടി ഈ ഒരു പെർഫ്യൂം നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്ന സ്പ്രേ 4 സ്പ്രേക്ക് അപ്പുറം നിങ്ങൾ ഉപയോഗിക്കരുത്. ഡിപ്പെൻസ് ആണെങ്കിലും ഞാൻ പറയുന്നു 4 സ്പ്രേക്ക് അപ്പുറം നിങ്ങൾ ഉപയോഗിക്കാൻ പോലെ വളരെ സ്ട്രോങ് ആണ്. ശരിക്കും പറഞ്ഞാൽ പാൻറ്റി ഡ്രോപ്പർ സീരീസിൽ ഉൾപ്പെടുത്തേണ്ട പെർഫ്യൂമാണ്. അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ ഒരു പെർഫ്യൂം. കല്യാണം, പാർട്ടി, ക്ലബിംഗ് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ പെർഫ്യൂം. പെർഫോമൻസ്, കോംപ്ലിമെൻറ്റ്, ലോങ്ജിവിറ്റി ഇതിലെല്ലാം 10 out of 10 കൊടുക്കാൻ പറ്റുന്ന പെർഫ്യൂം. ഓഫീസിൽ യൂസ് ചെയ്യാം, പക്ഷേ 2-3 സ്പ്രേക്ക് അപ്പുറം ഉപയോഗിക്കാൻ പാടില്ല. ഉച്ചയ്ക്ക് ഉപയോഗിക്കരുത്, രാത്രിയും വൈകുന്നേരം വേണം. തീർച്ചയായും ഉപയോഗിക്കേണ്ടത് വൈകുന്നേരവും രാത്രിയും. രാവിലെ ഉപയോഗിക്കാം, രാവിലെ ഒരു 11 മണിക്ക് മുമ്പായിട്ട് ഉപയോഗിക്കുക. 2 കൂട്ടർക്ക് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാം കൊണ്ടും വർത്തായിട്ടുള്ള ഒരു പെർഫ്യൂം. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് പറയാൻ വിട്ടു. സാധാരണ തുടക്കത്തിൽ പറയുന്നത് ഒരു 15,000-ന് മുകളിലാണ് വില വരുന്നത്. നീഷ് ഹൗസ് ആണ്. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. നിങ്ങളുടെ കളക്ഷനിൽ വെക്കേണ്ട ഒരു ഗുർമോണ്ട് പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. കല്യാണം ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പെർഫ്യൂം ഒരു 10 ml വാങ്ങി അന്നത്തെ ദിവസം നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു പെർഫ്യൂം കളക്ഷനിൽ വെക്കണം. തീർച്ചയായും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വാങ്ങേണ്ട ഒരു സ്വീറ്റ് ഗുർമോണ്ട് ആയിട്ടുള്ള പെർഫ്യൂമാണ്. സ്വീറ്റ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവരൊക്കെ കളക്ഷനിൽ വെക്കുക. ഞാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ഗ്രൂപ്പിൻ്റെ ലിങ്കും വാട്സപ്പ് നമ്പറും കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. താല്പര്യമുള്ളവർ വാങ്ങുക. ട്രൈ ചെയ്തിട്ട് മാത്രം ഇത് വാങ്ങണം, അല്ലാതെ വാങ്ങരുത്. ഓക്കെ, ഇത് ഒരുപാട് ട്രൈ ചെയ്യാനും ഒരുപാട് സ്പ്രേ അടിക്കാനും പാടില്ല. വളരെ ലിമിറ്റഡ് ആയിട്ട് അടിച്ചാൽ മതി. വളരെ സ്ട്രോങ് ആണ്. താങ്ക് യു സോ മച്ച്.